പ്രിയ ഉദ്യോഗാർത്ഥികളെ, നമ്മൾ ഈ ഓഗസ്റ്റ് 1-ാം തീയതി HSA നാച്ചുറൽ സയൻസ് കോഴ്സ് ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു കോഴ്സ് വിഭാവനം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു മീറ്റിങ്ങിലാണ് ഞങ്ങളൊക്കെ ഇപ്പോൾ ഉള്ളത്. എൻ്റെ കൂടെ വളരെ പ്രഗത്ഭരായിട്ടുള്ള ഒരു ടീച്ചിങ് പാനലാണുള്ളത്. അതിൽ പത്മശ്രീ രാധാകൃഷ്ണൻ, നിങ്ങൾക്ക് അറിയായിരിക്കും, വളരെ കാലമായിട്ട് ഈ ഒരു രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു അധ്യാപികയാണ്. അതേപോലെ വൈശാഖ് വി ജി, നിമ്യ ബാബു, രാധിമ രാജ്മോഹൻ, ഇവരൊക്കെ തന്നെ അവരുടെ സബ്ജക്റ്റിൽ വളരെയധികം എക്സ്പേർട്ട് ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. അങ്ങനെ നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കാൻ പ്രാപ്തരായിട്ടുള്ള ഒരു ഗംഭീര ടീം തന്നെ ഇവിടെയുണ്ട്. നമുക്ക് നിങ്ങളുടെ സിലബസുമായിട്ട് ബന്ധപ്പെട്ട ഏതൊക്കെ ഏരിയകളാണ് നമ്മുടെ ടീച്ചേഴ്സ് കൈകാര്യം ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം പത്മശ്രീ മിസ്സിലേക്ക് പോവാം. നമസ്കാരം. എല്ലാ അധ്യാപക വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും എൻട്രിയുടെ നാച്ചുറൽ സയൻസ് ഫാമിലിയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, കഴിഞ്ഞ തൊട്ട് മുമ്പ് നടന്ന HSA നാച്ചുറൽ സയൻസിൻ്റെ പരീക്ഷയിൽ ഒരുപാട് കുട്ടികളെ, ഒരുപാട് അധ്യാപക വിദ്യാർത്ഥി സുഹൃത്തുക്കളെ റാങ്ക് ലിസ്റ്റിൽ എത്തിക്കാനും അവരുടെ ജീവിതം സുരക്ഷിതമാക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാകാൻ എനിക്ക് പറ്റിയത് എൻ്റെ ഒരു വലിയ ഭാഗ്യമായി കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ ടീമിലും എനിക്ക് അംഗമാകാൻ സാധിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നുമുണ്ട്. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മൾ പറയാറുണ്ട്, സ്കൂളിൻ്റെ വരാന്തയിലൂടെ കോട്ടൺ സാരി എടുത്ത് നമ്മളിങ്ങനെ ഗവൺമെൻറ് ടാഗും കയ്യിലിട്ട് ആദ്യമായി സർവീസ് ബുക്കിൽ ഒപ്പുവയ്ക്കുന്ന ദിവസം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അഭിമാനം നിറഞ്ഞ ദിവസമാണെന്ന്. അങ്ങനെ ആ അഭിമാനത്തിന് സാക്ഷ്യം വഹിക്കാൻ സാധിച്ചതിൽ, എൻട്രിയുടെ നാച്ചുറൽ സയൻസ് ഭാഗമാകാൻ സാധിച്ചതിലും ഞാൻ വളരെയധികം സന്തോഷം കൊള്ളുന്നു. ഇനി നമുക്ക് നമ്മുടെ സിലബസിലേക്ക് വരാം. സിലബസിൽ 8 മോഡ്യൂളുകളാണുള്ളത്. അതിൽ ആദ്യത്തെ 4 മോഡ്യൂൾ എന്ന് പറയുന്നത് സുവോളജിയും പിന്നത്തെ 4 മോഡ്യൂൾ ബോട്ടണിയുമാണ്. അനിമൽ ഡൈവേഴ്സിറ്റി എന്ന 1ാമത്തെ മോഡ്യൂളും ജനിതക ശാസ്ത്രം എന്ന മോഡ്യൂളുമായിരിക്കും ഞാൻ കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫിസിയോളജി ഞാൻ തന്നെയായിരിക്കും കൈകാര്യം ചെയ്യുന്നത്. എൻട്രിയുടെ HSA നാച്ചുറൽ സയൻസിന്റെ സിലബസിനെ കുറിച്ചുള്ള വീഡിയോകൾ നമ്മുടെ ആപ്പിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തൃശ്ശൂർ, തിരുവനന്തപുരം ഒക്കെ 1ാം റാങ്ക് ലഭിച്ചത് എൻട്രിയുടെ കുട്ടികൾക്ക് തന്നെയാണ്. നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മുടെ ശ്രമം ക്യാൻ ഐ എന്നൊരു ചോദ്യത്തിന് പകരം ഐ ക്യാൻ എന്നാക്കി കഴിഞ്ഞാൽ നമുക്കിത് സുഖമായിട്ട് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. മാത്രമല്ല, ഫിസിയോളജിയിൽ നമ്മൾ പറയുന്ന പോലെ നമ്മുടെ ഹൃദയസ്പന്ദനം എന്ന് പറയുന്നത് മിനിറ്റിൽ 72 പ്രാവശ്യമാണ് അല്ലേ? നമ്മുടെ ഹൃദയം നമ്മളോട് എന്താ പറയുന്നത്? ലെപ് ഡബ് ലെപ് ഡബ്. അത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും. ലിവ് യുവർ ബെസ്റ്റ്, ഡു യുവർ ബെസ്റ്റ്. അത് തന്നെയാണ് പറയാനുള്ളത്. എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. നമ്മുടെ ടീമിന്റെ ഭാഗമായ വൈശാഖ് സാർ നമ്മുടെ കൂടെ ഉണ്ട്. മോളിക്കുലാർ ബയോളജിയുടെ മുടിചൂടാമനാണ്. ഏത് സംശയം ഏത് സമയത്ത് ചോദിച്ചാലും പച്ചവെള്ളം പോലെ ഉത്തരം പറയാൻ കഴിവുള്ള വൈശാഖ് സാറിലേക്ക് ഞാൻ മൈക്ക് കൈമാറുന്നു. ഓക്കെ, നമ്മുടെ സിലബസിൽ സുവോളജി, ബോട്ടണി പോർഷനിൽ കോമൺ ആയിട്ട് വരുന്ന ഏരിയാസ് ആണ് സെൽ ബയോളജി, മോളിക്കുലാർ ബയോളജി, ജെനറ്റിക്സ്, മൈക്രോബയോളജി. ഈ പോർഷൻ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്ന ഒരു മൊഡ്യൂൾ കൂടെയാണ് ഈ ഒരു പോർഷൻസ്. അപ്പോൾ ഇപ്രാവശ്യവും നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? കഴിഞ്ഞ വർഷം ചെയ്ത അല്ലെങ്കിൽ കഴിഞ്ഞ HSCക്ക് നമ്മൾ ചെയ്തതുപോലെ തന്നെ കോമൺ പോർഷനിൽ നിന്ന് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യണം, വൃത്തിയായിട്ട് നമ്മൾ നോക്കണം. അപ്പോൾ ഈ കോമൺ ടോപ്പിക്കിലെ ഫുൾ മാർക്ക് നമ്മളുടെ ലക്ഷ്യമാണ്. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി നൽകുന്നു. ഇനി നമുക്ക് ബോട്ടണി പോർഷൻസ് ഡിസ്കസ് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് നമ്മളുടെ നിമ്യ മിസ് ഇവിടെയുണ്ട്. അപ്പോൾ നിമ്യ മിസ്സിന് കൂടുതൽ കാര്യങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കും. ഓക്കെ. ഹായ്, ഇത്തവണ HSA നാച്ചുറൽ കോഴ്സുമായിട്ട് ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. സുവോളജിയുടെ സിലബസ് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ടഫായുള്ള ഒരു പോർഷനാണ് ബോട്ടണി എന്ന് പറയുന്നത്. ടഫ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്ന ഒരു രീതിയാണ്. അപ്പോൾ നമുക്ക് ഇതുമായി കണക്ട് ചെയ്ത് വരുന്ന ഒരുപാട് എക്സാം നോക്കുവാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് ഒരുപാട് നമ്മളെ കൺഫ്യൂസിങ് ആക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ബോട്ടണിയുടെ ഭാഗത്ത് നിന്ന് ചോദിക്കുന്നത്. ഇത്തവണ ബോട്ടണിയുമായിട്ട് ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ട്. നമുക്ക് പ്ലാന്റ് ഫിസിയോളജി, മോർഫോളജി, ടാക്സോണമി, അതേപോലെ തന്നെ പ്ലാന്റ് കിങ്ഡം അല്ലെ, നമുക്കറിയാം ബ്രയോളജി, ടെറഡോളജി, ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. ഇതെല്ലാം കൃത്യമായി തന്നെ പഠിക്കണം. കാരണം നമുക്കൊരു ടൈപ്പ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ ഒരുപാടുണ്ട് പഠിക്കാനായിട്ട്. ഓരോന്നിൻ്റെയും ഒരുപാട് ഡെപ്തിലേക്ക് ഇറങ്ങി പഠിക്കാനുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചു തുടങ്ങാം എന്നൊന്നും ആരും വിചാരിക്കേണ്ട, നമുക്ക് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ആരംഭിച്ചു, ഞങ്ങളുടെ കൂടെ നിങ്ങളും പഠിച്ചു തുടങ്ങുക. അതേപോലെ തന്നെ കഴിഞ്ഞ റാങ്കുകൾ, ഇപ്പോൾ ഓൾറെഡി പത്മശ്രീ മിസ് പറഞ്ഞു, നമുക്ക് ഒരുപാട് റാങ്കുകൾ കഴിഞ്ഞ വർഷം ഉണ്ടായി. ഇത്തവണയും നമുക്കത് ആവർത്തിക്കാം. ബോട്ടണിക്ക് ഞാൻ മാത്രമല്ല, രാജിമ മിസ് കൂടി ഉണ്ട് നമ്മുടെ കൂടെ. അപ്പോൾ ബോട്ടണിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഇനി മിസ് പറയും. ആദ്യമേ പറയട്ടെ, എൻട്രിയുടെ ഈ ഒരു ഉദ്യമത്തിൽ, അതായത് ഒരുപാട് പാരമ്പര്യം, ഒരുപാട് റാങ്കുകൾ, ഒരുപാട് പേരെ സർക്കാർ സർവീസിലേക്ക് എത്തിച്ച ഈ എൻട്രിയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ ഞാൻ നന്ദി പറയുകയാണ്. പിന്നെ അതുപോലെ ഞാൻ HSA നാച്ചുറൽ സയൻസിൽ ബോട്ടണി ക്ലാസ്സുകളായിട്ടായിരിക്കും നിങ്ങളോടൊപ്പം വരിക. സാധാരണ സുവോളജി ബേസ് ഉള്ള ആൾക്കാർക്ക് എന്ന് പറയുമ്പോൾ ബോട്ടണി കുറച്ച് ടഫായിരിക്കും. അത് നമുക്ക് പ്രശ്നമില്ല, നമുക്കിതിലൂടെ അതൊക്കെ പരിഹരിക്കാം. നമുക്ക് കൂട്ടായിട്ടുള്ള പരിശ്രമത്തിൽ കൂടി നമുക്ക് എല്ലാ മാർക്കും വാങ്ങിച്ചെടുത്ത് ടോപ്പിലുള്ള റാങ്കുകളിലേക്ക് എത്തി സർവീസിലേക്ക് എത്താം. അപ്പം നമുക്ക് ക്ലാസ്സുകളിലൂടെ കാണാം.
അപ്പോൾ ടീച്ചേഴ്സൊക്കെ പറഞ്ഞു കേട്ടല്ലോ, എല്ലാവരും നല്ല ആത്മവിശ്വാസത്തിലാണ്. അതേപോലെ തന്നെ നിങ്ങളും കൂടെ നിൽക്കുക. നന്നായിട്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് നേടിയെടുക്കാം. അല്ലാതെ ഇതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ട് അവസാന ഘട്ടത്തിൽ ഇറങ്ങി തിരിച്ചുകൊണ്ട് ഈ ഒരു സിലബസ് കംപ്ലീറ്റ് തീർക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതാൻ പറ്റില്ല. ഇപ്പോഴേ നോക്കി തുടങ്ങുകയാണെങ്കിൽ ഈ 8 മൊഡ്യൂളുകൾ, നാച്ചുറൽ സയൻസിൻ്റെ പ്രത്യേകം സബ്ജക്റ്റ് പാർട്ടായിട്ടുള്ള ആ 8 മൊഡ്യൂളുകൾ, അതേപോലെ തന്നെ GK-യിൽ 20 മാർക്കിന് വേണ്ടിയിട്ടുള്ള ആ മൊഡ്യൂളുകൾ, ഇതൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോഴേ നോക്കി തുടങ്ങിയാൽ സുന്ദരമായിട്ട് തീർത്തെടുക്കാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ തവണ ആദ്യ റാങ്കുകൾ നേടിത്തന്നുകൊണ്ട് നിങ്ങളുടെ മുൻഗാമികൾ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്ന അഭിമാനം വളരെ വലുതാണ്. അത് ഇത്തവണയും കാത്തു സൂക്ഷിക്കണം എന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. ഇനി ഞങ്ങളുടെ പ്രതീക്ഷ നിങ്ങളിലാണ്. അപ്പം ഇറങ്ങിത്തിരിക്കുക, ഇപ്പോഴേ ഇറങ്ങിത്തിരിക്കുക. ഞങ്ങളൊക്കെ കട്ടയ്ക്ക് കൂടെയുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കോഴ്സിൽ കാണാം.